ഗുണ്ടുവിൻ്റെ കാര്യം ഒന്നും പറയണ്ട. ഈ ഇരിക്കുന്ന ശാന്തൻ്റെ കാര്യം ഞാൻ പറയാം. പിന്നെ രാവിലെ തന്നെ കുഞ്ഞു സ്കൂളിൽ 7:15 അവൾക്ക് പോകണം. പിന്നെ ആ പാത്രം തന്നെ കഴുകി. കൂടുതൽ പാത്രമൊന്നും ആക്കണ്ടെന്ന് കരുതി ചേട്ടനും കാപ്പി കൊടുത്തു. ചേട്ടന് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതാണ് നമ്മൾ സമാധാന ഗുണ്ടുവിൻ്റെ ഇന്നത്തെ വിശേഷം. എൻ്റെ ഒരു ചെരുപ്പിൻ്റെ കാര്യം പോക്കായി. ഇതുവരെ ചേച്ചിമാരെ ചെരുപ്പായിരുന്നു, ഇപ്പം എൻ്റെത്. പിന്നെ ഇന്നലെ ഇലയപ്പം ചുട്ട ഇലകളും പാത്രങ്ങളും ഒക്കെ കുറച്ചുണ്ട്. പാത്രമല്ല അവൾ കഴുകി കേട്ടോ. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. കാരണം രാത്രി എല്ലാം കഴുകി വെച്ചിരുന്നു. എന്തായാലും ഞാൻ വീഡിയോയിൽ ഞാൻ കിടന്ന് കഴുകി കഷ്ടപ്പെടുന്നത് കണ്ട് ഇന്നലെ. അതുകൊണ്ട് അവൾ രാത്രി തന്നെ എല്ലാം കഴുകി ഇവിടെ തുടച്ചൊക്കെ ഇട്ടു. എങ്കിലും നമ്മൾ രാവിലെയൊക്കെ ജോലി തുടങ്ങുമ്പോൾ ഇവിടെ എല്ലാം ആവും കേട്ടോ. അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ എല്ലാം പൊടിയും. നമ്മൾ ഈ രാവിലത്തെ ധൃതിയിൽ ഇങ്ങനെ തുടച്ചുടച്ച് ചെയ്യാനൊന്നും എനിക്ക് പറ്റൂല. ഈ 7:30 ഈ ചിലവർ വീഡിയോയിലും അല്ലെങ്കിൽ ചില എൻ്റെ ബന്ധുക്കളൊക്കെ വീട്ടിലൊക്കെ അവർ ചെയ്യുമ്പോൾ ഒരു കർച്ചി പോലത്തെ ഇത് വെച്ച് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. അതിനുള്ള സമയമൊന്നും എനിക്കില്ല. ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ എല്ലാം വാരി ഒരു ആന എന്തൊരു കരിമ്പും കാട്ടി ഇറങ്ങിയ പോലത്തെ ധൃതിയാണ്. കാരണം ഞാൻ രാവിലെ എനിക്ക് ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണേ. അപ്പം ചേട്ടൻ എപ്പോഴും പറയും, ഒന്നീ നീ തലേന്നെല്ലാം ഉണ്ടാക്കി, അല്ലെങ്കിൽ നീ നേരത്തെ എല്ലാം ചെയ്യും. ഞാൻ ഈ രാവിലെ ചേട്ടൻ്റെ ബാക്കിലുള്ള ഓട്ടവും ടെൻഷനും, ചേട്ടാ ഈ വെള്ളം എടുത്തോണ്ട് പോ ചേട്ടാ, ഇപ്പം റെഡിയാക്കാൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേട്ടൻ്റെ ബാക്ക് ഓടിയൊക്കെയാണ് ഞാൻ ചോറൊക്കെ കൊണ്ടുപോകും. കാരണം ചില ദിവസം ചേട്ടന് ദേഷ്യം വന്നിട്ട് എടുക്കൂല. ചോറൊന്നും എടുക്കാതെ വരെ പോയിട്ടുണ്ട്. കാരണം ലേറ്റായെന്നും പറഞ്ഞിട്ടേ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അതാ നിറയെ ചവറ്, നല്ല കാറ്റ് കേട്ടാ ഇന്നിവിടെ. എന്ന് തൂത്താലും ഇവിടെ പിറ്റേ ദിവസം നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും പിന്നെ ഒരു പ്ലാവും ഒരു മാവും ഉണ്ട്. തൂത്തോണ്ട് നിന്നപ്പോൾ ഒരു ബസ് പോയതാണ്ടാ. വൃത്തിയാക്കി ക്ലിയറാക്കി ഞാനും കൊണ്ടു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ പാലെടുക്കാൻ പോണു. നല്ല വെയിലുണ്ട്. കുറേ ദിവസമായി മരമൊക്കെ വെട്ടിയിട്ട്. അപ്പോൾ ഇത്തിരി വെട്ടവും വെളിച്ചവും കണ്ടപ്പം ചേട്ടൻ വെട്ടി തുടങ്ങി. പിന്നെ ഗുണ്ടുവിനെ ഞാൻ ഇന്ന് കുറച്ച് നേരം തുടലിലിട്ടിരുന്നു. എനിക്ക് ദേഷ്യം ഉള്ളതുകൊണ്ട്. എൻ്റെ ചെരുപ്പ് പോയില്ലേ. ഞാൻ എന്നിട്ടും വിചാരിക്കും മര്യാദയ്ക്ക് അവനെ കെട്ടിയിട്ടിരുന്നാൽ മതിയായിരുന്നു, ഇടയ്ക്കൊക്കെ നമ്മൾ കൂടെ ഉള്ളപ്പം. പിന്നെ ഗുണ്ടുവിൻ്റെ പ്രാഥമിക കർമ്മമൊക്കെ ഇവ ഇത്രയും നേരം എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവന് ഇപ്പം ഞാനൊരു ഗുളിക കൊടുക്കുന്നുണ്ടല്ലോ. നിർമ്മല ചേച്ചി പറഞ്ഞു 4 ദിവസമായി 4 ഗുളിക കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റ് കണ്ട. ഞാൻ ഫോണൊക്കെ എടുത്തുകൊണ്ട് പോയി വീഡിയോ എന്തായാലും എടുക്കണം സംഭവം. അപ്പോൾ ഇവിടെ നിന്ന് ഗുണ്ട് കുരയ്ക്കണ കണ്ടുകൊണ്ട് വെളിയിറങ്ങി വന്ന് നോക്കി. പാല് ഉറവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരുന്നു. അപ്പം ഒരു ഡോഗ്. പിന്നെ ഞാൻ ഫോൺ അങ്ങനെ കൊണ്ടുവച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. എങ്ങനെയുണ്ട്? എനിക്ക് എൻ്റെ യൂണിഫോം ഇത് കേട്ടോ. ഈ നൈറ്റിയിലേ കാണുള്ളൂ നിങ്ങൾ പാലെടുത്ത് ഇനി തൊലയുന്നേരെ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. ഇനി ഗുണ്ടുവിന് ചോറ് കൊടുക്കണം. ഉച്ചയായില്ലേ.